ഇഖ്തിലാത്ത്, ഭാര്യമാർ അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരുന്ന അവസ്ഥ, അവരുടെ മുമ്പിൽ തബറുജ്, തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ. ചില ഭാര്യമാർ, ചില സ്ത്രീകൾ അവര് പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരുമായിട്ട്, ഭർത്താവിന്റെ സഹോദരന്മാർ, ഭർത്താവിന്റെ കസിൻസ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ മറ്റു പലരും, അതുപോലെയുള്ള വിവാഹത്തിലുള്ള മഹ്റമാവത്ത, അതായത് ഭർത്താവിന്റെ ഉപ്പയല്ലാത്ത മറ്റു ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരായിട്ടൊക്കെ യാതൊരു മടിയും ഉണ്ടാവില്ല. അവരുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരുടെ മുമ്പിൽ പിന്നെ ഒരു ലജ്ജയുമില്ലാതെ ഇറങ്ങി പെരുമാറാൻ, അതുപോലെയുള്ള അല്ലെങ്കിൽ ഒരു കുടുംബത്തിനൊരു സംഗമം, അല്ലെങ്കിൽ ഒരു വിവാഹം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പരിപാടികളിൽ മറ്റുള്ളവരുമായി ഇടപഴകാനോ അതുമായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ പോട്ടെ വല്ല അതിഥികൾ വന്നാൽ, അല്ലെങ്കിൽ മറ്റു കുടുംബക്കാർ വന്നാൽ, സ്വന്തം കുടുംബത്തിൽ തന്നെ മഹ്റമല്ലാത്ത ആളുകളുമായിട്ട് ഇവരോടൊക്കെ ഇടപഴകുമ്പോൾ ദീനിന്റെ ഒരു മര്യാദയും പാലിക്കാതെ തന്റെ സൗന്ദര്യം കാണിച്ച്, ശരീരം കാണിച്ച് അതുപോലെ ഇറങ്ങി നടക്കുന്ന ചില സ്ത്രീകൾ, ഇത് ഭർത്താവ് പറഞ്ഞ് നിർബന്ധിച്ചാൽ പോലും അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്റെ സൗന്ദര്യം കാണിക്കുക എന്നുള്ള സ്ത്രീകൾക്ക് ഹറാമാണ്. നാം പറഞ്ഞിരുന്നു അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല എന്നുള്ളത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതും എന്നും കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. സഹോദരങ്ങളെ, ഈ ഒരു ശീലം, ഈ ഒരു സംസ്കാരം ഒരിക്കലും ഇസ്ലാമിൻ്റെതല്ല. നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളായിട്ട് അറിയപ്പെടുന്നവർ ഇത് പിന്തുടരുന്നു. അവര് അമ്മായിയുടെ മക്കളുമായിട്ട് ഒരുമിച്ച് ബൈക്കിൽ പോകുന്നു, പിന്നെ ഇവിടുന്ന് ഒരു സ്ത്രീ ഭർത്താവിന്റെ സഹോദരന്മാരുമായിട്ട് ഇടപഴകുന്നു. അതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല. അതെല്ലാം പാശ്ചാത്യ സംസ്കാരമായിട്ട് കാലങ്ങളായിട്ട് മാറി വന്ന വൃത്തികെട്ട സ്വഭാവമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല ഇതുപോലെയുള്ളത്. ഇതുപോലെയുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീ ഒരു നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെയുള്ള വിവാഹമാവട്ടെ അല്ലെങ്കിൽ മറ്റു വല്ല കുടുംബക്കാരൊക്കെ കൂടുന്ന ആ സദസ്സുകളിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ ഒരു പുരുഷന്റെ അവസ്ഥ എന്തായിരിക്കും? പുരുഷൻ ആ സ്ത്രീയെ നോക്കും, ആ സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നോക്കും. കാണുമ്പോ പുരുഷൻ അങ്ങനെയാണ്. ഇപ്പൊ സഹോദരിമാരെ, ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്യപുരുഷനാണ്. നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള ആളാണ്. എത്രയോ കുടുംബങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ശ്രദ്ധയുമില്ലാതെ, ഗൗരവവുമില്ലാതെ, എത്രയോ അവിഹിത ബന്ധങ്ങളായിട്ട് വളരെ പുറത്ത് പറയാൻ പോലും മടിക്കുന്ന എത്രയോ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസ്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ഓരോ വിഷയത്തിലും റസൂലുള്ളാഹിന്റെ നിർദ്ദേശങ്ങളും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പാവും, നമ്മുടെ കൽബിൽ യഖീൻ വരും. നമ്മുടെ അള്ളാഹുവിലുള്ള വിശ്വാസവും നമ്മുടെ ദീനിലുള്ള വിശ്വാസവും അത്രത്തോളം കൃത്യമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഒരു മാറ്റും, ഒരു കുറവും, ഒരു കുഴപ്പവും വരാത്ത രീതിയിലാണ് ദീനിന്റെ നിയമങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂലു അലന്നിസാ, നിങ്ങൾ സൂക്ഷിച്ചോളി, സ്ത്രീകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചോളി, നിങ്ങൾ സൂക്ഷിക്കണം. ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോകുന്നത് നിങ്ങൾ സൂക്ഷിച്ചോളണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാരികളിൽപ്പെട്ട ഒരു പുരുഷൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്തൽ ഹംവ്, അല്ലാഹുവിന്റെ റസൂലേ, ഹംവ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ. ഹമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതായത് ഹമ്മ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ അതുപോലെയുള്ള അടുത്ത കുടുംബങ്ങൾ, അതായത് ഭർത്താവിന്റെ കസിൻ, അതുപോലെയുള്ള ആളുകൾ. അവരുമായിട്ട് എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ? ഭർത്താവിന്റെ ഈ അടുത്ത കുടുംബക്കാരുമായിട്ട്, സഹോദരങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കണം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? അൽ ഹമ്മു അൽ മൗത്ത്. ഹമ്മെന്ന അവസ്ഥ അത് മരണമാണ്. അത്രത്തോളം അപകടമാണത്. നമ്മുടെ നാട്ടുകാരെങ്ങനെയാണ്, ഒരു നാടിന്റെ മര്യാദ എങ്ങനെയാണ്? എന്താ എന്റെ ഭാര്യ എങ്ങനെ ചില ഭർത്താക്കന്മാരോട് പറയും. സഹോദരിമാരെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണമാണെങ്കിൽ അത് നാട്ടുകാരെന്ത് പറഞ്ഞു, അല്ലെങ്കിൽ നാടിന്റെ സംസ്കാരം, അതല്ല ഇവിടെ വിഷയം. നമ്മൾ നമ്മുടെ ദീനിന്റെ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത്. നിങ്ങളുടെ സൗന്ദര്യം അത് ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരുമായി ഇടപഴകുക എന്നുള്ള അപകടമാണ്. വലിയ അപകടങ്ങളിലേക്ക് അത് നയിക്കും. അതുപോലെ തന്നെ ഇന്ന് കാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാതെ പോകാൻ പറ്റാത്ത ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയകൾ എന്നുള്ളത്. ഇതില് ഈ ഭർത്താവിന്റെ അടുത്ത കുടുംബം എന്നുള്ള നിലക്ക് പറയുന്ന ഒരു വിഷയം, ഇന്ന് ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവും.
അതായത് ഫാമിലി ഗ്രൂപ്പുകൾ. അതായത് ഒരു കുടുംബത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിലുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാവും. അതിലേക്ക് വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികളും ഉണ്ടാവും, ഭർത്താക്കന്മാരും ഉണ്ടാവും. എല്ലാവരും ഒരു ഗ്രൂപ്പിലായിരിക്കും. അതിൽ പല ചർച്ചകൾ, അതിൽ പലരും ഓഡിയോസ് ഇടും, പുരുഷന്മാർ ഓഡിയോസ് ഇടും, സ്ത്രീകൾ ഓഡിയോസ് ഇടും, ചിലപ്പോൾ ചിത്രങ്ങൾ ഇടും. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ. സഹോദരിമാരെ, ഞാൻ പറയട്ടെ, കുടുംബബന്ധം തകർക്കാനല്ല. നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ് തുടങ്ങിയോളൂ, സ്ത്രീകൾക്കൊന്നും തുടങ്ങിക്കോളും, പുരുഷന്മാർക്ക് വേറെ ഒന്നും തുടങ്ങിക്കോളും. ഇതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ നമ്മുടെ നാടുകളിൽ തന്നെ ഒരുപാട് വാർത്തകൾ എനിക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അപകടങ്ങൾ, അതായത് ഭർത്താവിന്റെ ഒരു കസിനായിരിക്കും സ്ത്രീ. ആ കസിന് ഈ സ്ത്രീയോടോ അല്ലെങ്കിൽ സ്ത്രീയോടോ ശൈത്താൻ കളിക്കും. ഒന്നുകിൽ എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രം കണ്ടിട്ട്. ആരും അറിയില്ല, ഒരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചാൽ ആരും അറിയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് വ്യഭിചാരത്തിലേക്ക് എത്തി പിടിക്കപ്പെട്ട എത്രയോ അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കുടുംബത്തിലൊരു ബന്ധം വേണം. സ്ത്രീകൾ മാത്രമായിട്ടൊന്നും തുടങ്ങിക്കോളും, പുരുഷന്മാർ മാത്രമായിട്ടൊന്നും തുടങ്ങിക്കോളും. ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ തന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ, അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ. സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ സൂക്ഷിക്കുക. പോട്ടെ, ചില സ്ത്രീകള് പുറത്തിറങ്ങുമ്പോൾ നിക്കാബൊക്കെ ഇട്ട് ധരിക്കുന്ന ആ സ്ത്രീകൾ നിക്കാബിട്ടിട്ടുള്ള ഫോട്ടോസ് ഇട്ടിട്ട് നിക്കാബിട്ടിട്ട് കൺമശ എഴുതിയിട്ട് കണ്ണ് കാണിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് താൻ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഔറത്തൊക്കെ മറക്കുന്ന സ്ത്രീകളൊക്കെ, ഹിജാബൊക്കെ ധരിക്കുന്ന സ്ത്രീകൾ തന്നെ ചിലപ്പോ കൈ മാത്രം എടുത്ത് ഫോട്ടോ എടുക്കുന്ന അവസ്ഥ, മൈലാഞ്ചിയിട്ട് കൈ ഫോട്ടോ എടുക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ഇതിനകത്ത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കണം. സഹോദരിമാർ, ഇത് ഗൗരവത്തിൽ തന്നെ എടുക്കണം. ഇതിന്റെ അപകടം ശൈത്താൻ നമ്മുടെ മേലെ ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയാ ഒരു കെണി നമുക്കറിയില്ല. മെല്ലെ ഏറ്റവും ക്ഷമയുള്ള ആളാണ് ശൈത്താൻ, ഏറ്റവും ക്ഷമ. നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ച് തുടങ്ങുന്നത് ചിലപ്പോൾ 5 വർഷത്തിന് ശേഷം ഒരു കാര്യത്തിൽ എത്തിക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും. അതുകൊണ്ട് ഗൗരവത്തിൽ ഏത് നിമിഷവും ശൈത്താനിന്റെ കെണികളെ സൂക്ഷിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കുള്ള ഒരു ആഗ്രഹമാണ് തന്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണിക്കണം എന്നുള്ളത്. അത് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ആ വിഷയത്തിൽ മനസ്സിലാക്കുകയും ലജ്ജയുള്ളവരായി മാറുകയും ചെയ്യുക. മാതാപിതാക്കളോട് നാം പറയട്ടെ, നമ്മുടെ പെൺകുട്ടികളെ ചെറുപ്പം മുതലേ ലജ്ജ, ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതും നിൽക്കാൻ പാടില്ലാത്തതും അതുപോലെയുള്ള വിഷയങ്ങളും അങ്ങനെയൊക്കെ കൃത്യമായി ഒന്ന് നടക്കേണ്ട രീതിയിൽ ഒരു നടത്തം എങ്ങനെയായിരിക്കണം, അതോടുകൂടി അങ്ങനെ എന്തൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണമെന്നുള്ളത് ചെറുപ്പം മുതൽ തന്നെ ലജ്ജ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ വളർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുന്ന ഭാര്യമാർ ഗൗരവത്തിൽ വിഷയത്തെ എടുക്കുക. തന്റെ സൗന്ദര്യത്തെ, ഒരു ഭർത്താവ് തന്നോട് ഇപ്പോ ഒരു നിക്കാബ് ധരിക്കാൻ ചില ഭർത്താക്കന്മാർ പറഞ്ഞ ഭാര്യമാർ കേൾക്കൂല. സഹോദരിമാരെ, നിങ്ങളുടെ മേലെ നിർബന്ധവും. ഭർത്താവ് പറഞ്ഞാൽ ഒരു സംശയമില്ലാത്ത നിർബന്ധവും, ഒരു സംശയമില്ല ആ വിഷയത്തിൽ. നിക്കാബ് നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ കാര്യം മുഖമാണ്. അത് മറക്കണത് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഗൗരവത്തിലുള്ള വിഷയമാണ്, അല്ലാതെ തന്നെ നിർബന്ധമാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.